സ്കൂളിലേക്ക് നല്ല മട്ടനാ ചിക്കനാ മമ്മിക്കൊക്കെ ഒരു വായൊക്കെ സൈഡിലൊരു വായ അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അതിൻ്റെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു ചിക്കൻ പോള റെഡിയാക്കാം. തന്തൂരിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തന്തൂരി മസാല, ഗരം മസാല, തൈര് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ പോലെ ആക്കി എടുത്തിട്ട് നമുക്കിതിലോട്ടൊരു സ്മോക്കി ഫ്ലേവർ വരുത്തണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 2-3 വലിയുള്ളി ചോപ്പ് ചെയ്തതും പകുതി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഞാൻ പൊടികളും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വേവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് മല്ലിയില കിട്ടണം എന്നൊന്നുമില്ല. ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സ്മോക്കി ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് കരി ഇതുപോലെ ഒന്ന് കത്തിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് അങ്ങ് അടച്ചു വെച്ചു. അപ്പം നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. അപ്പോൾ സംഗതി ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു ബോക്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിത് വെച്ചിട്ട് റോൾ ഉണ്ടാക്കാം, സമൂസ ഉണ്ടാക്കാം, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഇവിടെ പോള ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ച് 1 പച്ചമുളകും, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, ഇച്ചിരി കുരുമുളക് പൊടിയും, ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദ ചേർത്തി 1 കപ്പ് പാലും ചേർത്തി ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊരു നല്ല പോലെ അടിച്ചിട്ടൊരു ബാറ്റർ ആക്കാം. ഞാനിവിടെ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി എടുക്കുന്നുണ്ട്. നിറയെ ചിക്കൻ ഇരുന്നോട്ടെ കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ പാന് ഓയിലിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ബാറ്റർ ഒഴിക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വീണ്ടും മുകളിലൂടെ ഇച്ചിരി ചിക്കൻ ഇങ്ങനെ വെതറി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ കുത്തി നോക്കിയാൽ അറിയാം ഇത് വെന്തോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും സംഗതി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചു, മസാല ആക്കി വെക്കും ഫ്രൈ ആക്കാനുള്ളത് കേട്ടോ. നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ടാണ്. കോൺഫ്ലോറും കടലമാവും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ സോസുകൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിക്കോ ഇച്ചിരി. നല്ല സോഫ്റ്റ് വരും ചിക്കന്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് സോസ് ഉണ്ടായിരുന്നു, 2ഉം ചേർത്തി എടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കസൂരി മേത്തിയും 2 സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊരു ബാറ്റർ പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കണ്ട, ഈ ഒരു ലെവൽ മതി. ഇനി കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കിത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി. ഒരു 3-4 ദിവസം നമുക്ക് സുഹറിന് അല്ലേ അത്താഴത്തിന് ഫ്രൈ ആക്കാം. പിന്നെ ഞാൻ കുറച്ച് പാലുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി കട്ടത്തൈര് ഒഴിച്ച് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഗതി അതും സെറ്റായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള സംഗതികളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്ങിൽ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സമൂസയും കൂടിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തന്തൂരി പോളയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയില്ലേ അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 പാക്കറ്റ് സമൂസൻ്റെ ഷീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മേടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ സമൂസ റെഡി. ഒരു 10-12 സമൂസയൊക്കെ വേണം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുകയാണെങ്കിൽ. ഓരോന്നൊക്കെ ആണെങ്കിൽ 6 ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഒരുപാട് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ.
പിന്നെ കഞ്ഞി വന്നപ്പോൾ വേഗം കഞ്ഞി ഒന്ന് വിളമ്പി എടുത്തിട്ടുണ്ട്. ഈ നോമ്പിന് മാത്രം കിട്ടുന്ന ഒരു സാധനമാണല്ലേ ഇത്. വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ സർബത്തും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും, ഈ വെള്ളം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയും നാരങ്ങയും ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ച്, ഇത് ഞാൻ നോമ്പ് തുറക്കണീൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഉണ്ടാക്കുക. പിന്നെ ഫ്രൂട്ടൊക്കെ ഒന്ന് ഇതുപോലെ എടുക്കുന്നുണ്ട്. ആപ്പിൾ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓറഞ്ചും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നോമ്പ് തുറക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ പൊരിക്കാനും കരിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളേ ഉള്ളൂ. അൺഹെൽത്തി നോമ്പ് തുറന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ നോമ്പ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കഞ്ഞിയുടെ കൂടെയൊക്കെ എന്തെങ്കിലും ഫ്രൈ ചെയ്ത ഒരു പരിപ്പുവട ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ ഒരു പൂതി വരും. അതുകൊണ്ടാണ് ഞാനിപ്പം എന്തായാലും നോമ്പിന് ഒരെണ്ണാണ് ഓയിലി ഐറ്റംസ് ഉണ്ടാക്കണത് കേട്ടോ ഒരു ദിവസം. ഇനി അഥവാ ചിലപ്പോൾ രണ്ടെണ്ണം, അതിന്റെ കൂടുതൽ പോകില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഓയിൽ ഇല്ലാത്ത ഐറ്റമാണ് ഉണ്ടാക്കുന്നത്, അതും സ്പൈസി ആയിട്ടുള്ളത്. നമുക്ക് ഇടയ്ക്ക് തോന്നും മധുരം കഴിക്കാൻ, ഇടയ്ക്ക് സ്പൈസി ആയിട്ടുള്ള സാധനം തന്നെ കഴിക്കാൻ തോന്നും. അപ്പൊ അതന്നെയാണ് കേട്ടോ അധികം കഴിക്കുക. പിന്നെ ഈ ചിക്കനൊക്കെ കഴിക്കണേന് ഇങ്ങനെ കമന്റ് വരുന്ന കാണാം. നമുക്ക് ഈ നോമ്പ് സമയത്ത് എന്തായാലും പ്രോട്ടീൻ വേണം. അത് ഈ രാവിലെ എണിച്ച് നമ്മളെ കൊണ്ട് ഈ ചെറുപയർ, കടല ഇതൊന്നും കഴിക്കാൻ സാധിക്കില്ല. അപ്പോ ചിക്കനൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അധിക പേരും ചിക്കൻ, എഗ്ഗ്, ഉണക്കമീൻ ഇങ്ങനത്തെയൊക്കെ കഴിക്കും. ഉണക്കമീൻ കഴിക്കണത് നല്ലതാണോന്ന് എനിക്കറിയില്ല, പക്ഷെ അതും കഴിക്കും. പിന്നെ നമ്മള് ഇതുപോലെ പോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ മാക്രോണി പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് അതിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ. അങ്ങനെ അത് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമൂസയും കൂടി പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പൊരിക്കൽ പരിപാടികളൊക്കെ അവിടെ തീർന്നേക്കുവാണ് കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ചായി. ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനി ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കി നോക്കാം. ഡോണറ്റ്സ് അല്ലെ, ഡോണറ്റ് എന്നാണ് എന്താ പറയാ എനിക്കറിയുന്നില്ല. അതുണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് സംഭവം. ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യൂ മക്കളെ, കമന്റ് ചെയ്യൂ. അപ്പൊ ഇന്ന് നോക്കി 12ാമത്തെ നോമ്പാണ് അല്ലേ. ശരിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പും കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് പോയോ അതോ ഒരുപാട് ടൈം എടുത്തോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അയ്യോ നല്ല ക്ഷീണമുണ്ട് എനിക്ക്, സത്യം നല്ല ക്ഷീണം വരാറുണ്ട് കേട്ടോ. കാപ്സ് കുറവല്ലേ? കാപ്സ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെയാണ്, എനിക്ക് ചോറ് കഴിച്ചാൽ ശരിയാവുന്നില്ല. കുറെ വർഷമായി ഞാൻ ചോറ് നിർത്തിയിട്ട്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉള്ള വെള്ളവും ഫ്രൂട്ടും ഒക്കെ പാടെ കഴിച്ചാൽ നമ്മൾ ശരിക്കും ഒരു ഫുഡായിട്ട് പോണത് ഈ കഞ്ഞി മാത്രമാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കണതാണ് നല്ലൊരു ഫുഡായിട്ട് നമ്മുടെ ഇതിൽ പോണത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഫ്രൂട്ടും വെള്ളവും ജ്യൂസും നമ്മുടെ പൊരിക്കടികളും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വീട്ടിലത്തെ സ്പെഷ്യലൊക്കെ പറയുക, കമന്റ് ചെയ്യുക. അയാനും റിഹാനും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പള്ളിയിൽ തന്നെ പോയിട്ടാണ് നോമ്പ് തുറക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പത്തിരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കേണ്ടി വരാറില്ല. ഉമ്മാക്കും എനിക്കൊന്നും വേണ്ട. പിന്നെ ഇത് കഴിച്ചാൽ തന്നെ മതിയല്ലോ എന്നുള്ള കമന്റും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കമന്റ് ബോക്സിൽ. ഞങ്ങളൊക്കെ ഒരു കടി ഉണ്ടാക്കും, ഒരു ജ്യൂസ് ഉണ്ടാക്കും, പിന്നെ പത്തിരി ഇതൊക്കെ കഴിക്കും. പിന്നെ ജിനിത്ത് എത്രയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്തിനാണ് പത്തിരിയും ഇടിയപ്പം ഇതൊക്കെ ആർക്കും കഴിക്കാൻ വയ്ക്കൂലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയായിരിക്കും അല്ലെ. കാരണം നമ്മുടെ മലബാർ സൈഡിലോട്ട് പോയതൊന്നും ഒന്നുമല്ല. കണ്ണൂർ സൈഡ് ഒരുപാട് ഭയങ്കര കൂടുതലാണ് അവരുടെ നോമ്പ് തുറ ഐറ്റംസ് അല്ലെ. എങ്ങനെ തന്നെ അവർക്ക് കഴിക്കാൻ വയ്ക്കുന്നത് എന്നുള്ളത് ശരിക്കും അന്തം വിട്ടു പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉപ്മാവില് കഞ്ഞിപ്പശ വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഉപ്മാവില് കഞ്ഞിപ്പശ വരാതിരിക്കാൻ ഒരേ ഒരു ടിപ്പേ ഉള്ളൂ, റവ നന്നായിട്ട് വറുത്തെടുക്കണം. എന്നാ അങ്ങനെ വരൂല കേട്ടോ. നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക, നല്ലൊരു സ്മെല്ലും ചെറിയൊരു കളറ് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വേഗം നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ നോമ്പൊക്കെ തുറന്നു. ഇന്ന് അയാൻകുട്ടിക്ക് പള്ളിയിൽ നിന്ന് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മണമൊക്കെ കേട്ടു നല്ല വന്നു. അപ്പൊ ഞാനും പോയിട്ട് അതിന് ഒരു വായ എടുത്തു കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിവിടുത്തെ ബിരിയാണി ഇങ്ങനെയാണ്. കല്യാണ ബിരിയാണിയുടെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടി എനിക്കത് കഴിച്ചപ്പോൾ. അതും കഴിച്ച് പിന്നെ ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്, നമ്മുടെ കഹാനിയുടെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് MES കല്ലടി കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ്.
എൻ്റെ ഫോണിന് വാട്സപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ആര് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊന്നും ശരിയായത് കേട്ടോ. ആരോ റിപ്പോർട്ട് അടിച്ചതാ തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരു സമൂസ എടുത്ത് ചായ എടുത്തിട്ട് കഴിക്കാൻ പോയി. ഇനി ഇതെല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ അല്ല കേട്ടോ, ഇത് ഞാൻ കഹാനിയിൽ പോയിരുന്ന ഒരു ഡേ ആയിരുന്നു. അന്ന് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും അയൻകുട്ടിയും കൂടി ആട്ടോ പോയത്. പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഹാനിയിലുള്ള ഡ്രസ്സുകളുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഉണ്ടല്ലോ, അവിടെ നടന്നത് വേറൊരു സംഭവമായിരുന്നു. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അതിപ്പോ ഇൻസ്റ്റയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഞാനിതാ ഇവിടെ എത്തി. നമുക്ക് ഒരുപാട് മാക്സി ടൈപ്പ് ഡ്രസ്സുകളും വെസ്റ്റേണും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ, ഓരോന്നായിട്ട് എടുത്തിട്ട്. പക്ഷെ നടന്നില്ല കേട്ടോ. അങ്ങനെ നമ്മള് ഷൂട്ട് ഇന്ന് 2 വ്ളോഗേഴ്സ് വരാന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അവരെയും കാണാൻ പരിചയപ്പെടാം. അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പേര് റണ്ണിങ് മെറ്റീരിയൽസ് ഇല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട്. മൽച്ചന്തേരിയിലാണെങ്കിലും പ്യുവർ കോട്ടണിലാണെങ്കിലും പ്യുവർ മൽച്ചന്തേരിയിലാണെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും അവിടെ വന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മളിപ്പോൾ ന്യൂ ആയിട്ട് കൊണ്ടുവന്ന വെസ്റ്റേൺ ആണ്. ഇതെല്ലാം നമ്മുടെ പാർട്ടി വെയർ സിമ്പിളും ഹെവിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വാച്ചുകളും ഇതുപോലെ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വരിക, വാങ്ങിക്കുക. നല്ല ഭംഗിയുള്ള വാച്ചുകളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വന്ന് നോക്കുക. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ എന്താണ്, അത്രയൊക്കെ തന്നെ. പിന്നെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാനുള്ള പ്രമുഖർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പുള്ളോസാണ്, പിന്നെ ഒന്ന് ഇവരറിയില്ലേ നിങ്ങൾക്ക്, ഈ ടീമിനെ എപ്പോഴും ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലേ, അപ്പൊ അവരുമായിരുന്നു കേട്ടോ. അപ്പോ അവരുടെ വീഡിയോയിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് നിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തല കാണിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെന്നെ നായിക തന്നെ ആക്കിയെടുത്തു. അത് കണ്ടപ്പോഴാണ്, അത് കേട്ടപ്പോൾ ആകെ ഒന്ന് തല കറങ്ങി. പിന്നെ ഇക്കാൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് പുള്ളോസ് കേട്ടോ, മണ്ണാർക്കാട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. ഇക്കാനോട് വിളിച്ചു ചോദിച്ചപ്പോൾ നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നോക്കുകയെന്നും പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ലൊക്കേഷൻ തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസം മുതലുള്ള വ്ളോഗാണ്. ഞാനും എൻ്റെ പാർട്ണർ സിഞ്ചുവും കൂടെ ആട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ പോയി. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ കാണുന്ന ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു, 4 ചെയർ. അപ്പൊ അതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഉമ്മയും പേരക്കുട്ടിയും കൂടെ വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് പ്രവേശിച്ചു. ആരെങ്കിലും ഇൻസ്റ്റയിൽ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ അന്തം വിട്ടിട്ടുള്ള അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ ആ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നോമ്പിന് ജിമ്മിൽ പോകാറില്ലേ ജിനിന്ന്? ഞാൻ നൈറ്റ് 8:30 പോവാറുണ്ട് ജിമ്മിൽ. മോള് പോയിക്കോ. മോളാണോ മോനാണോ എന്നറിയില്ല. പോയിക്കോ, നമ്മളെ കൊണ്ട് നടക്കൂല. ആകെ ക്ഷീണിച്ചിട്ടിരിക്കാണ്. നോമ്പ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്നേ ഉള്ളൂ ഇപ്പോ. അങ്ങനെ ഇതാ വേഗം അടിച്ചു വാരി എടുക്കുന്നു. അപ്പൊ സാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ചാറ് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല, വേസ്റ്റാണ്. വലിയുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ മാങ്ങ വീട്ടിലുണ്ടായിരുന്നു, അതും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് എല്ലാ പൊടികളിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത്ര മതി. തക്കാളി, മാങ്ങന്റെ പുളി ഉണ്ടായതിൻ്റെ ധാരാളം മതി കേട്ടോ. നമ്മുടെ ഇതിന് കുമ്പളങ്ങ അതൊക്കെ ഇടുന്നത് വേസ്റ്റാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വെന്ത മസാലയിലോട്ട് നമ്മുടെ തേങ്ങയും പരിപ്പും ഒഴിച്ചു കൊടുത്തു, മിക്സാക്കി. ഇനി കടുകും ചെറിയ ജീരകവും അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പരിപ്പിച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് തുറാൻ്റെ ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ വൈറൽ സാൻഡ്വിച്ചും ആ സാൻഡ്വിച്ചിന്റെ ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഒരു സമൂസ ഉണ്ടാക്കി. ഞാൻ നോമ്പായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ച സാധനം കേട്ടോ ഇത്. നമ്മുടെ ചിക്കനും എഗ്ഗും ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. 10-15 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ചുവന്നമുളകും എല്ലാം കേട്ടോ. അപ്പൊ വെന്ത ശേഷം ഇതാ ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് ഈ എഗ്ഗിനെ ഒന്ന് മാറ്റിയെടുക്കണം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് കുത്തുമ്പോഴത്തേക്കും ഉള്ളിൽ പോയി കറക്റ്റ് അതിൻ്റെ
കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാ നമ്മൾ ഓഫാക്കിയ ശേഷം എഗ്ഗ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഈ എഗ്ഗ് ഇങ്ങനെ വേവിച്ചിട്ടേ നമ്മുടെ ഈ തട്ട് കഴുകാൻ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, നമ്മുടെ ചുവന്ന മുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 ചീസിന്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കുക. ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാണാന്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചതും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റും ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും നേരത്തെ ആക്കി വെച്ച് നമ്മുടെ ആ ഒരു ഈ ഒരു ഐറ്റം ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിയണില്ല, മയോണൈസ് പോലെ ഉണ്ടല്ലേ കാണാന്. അപ്പൊ അതും കൂടെ ആക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. അല്ല നിങ്ങൾക്ക് സമൂസ ഫില്ല് ചെയ്യാം, പിന്നെ ബന്നില് ബർഗർ പോലെ ആക്കി വെച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഞാൻ എന്തായാലും ഇവിടെ പാനിൽ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, ഓയിലിന്റെ ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ മതി. അപ്പൊ ഇതുപോലെ ഒന്ന് ആക്കി ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ഇനിയെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് ബ്രെഡിലാണ് കഴിക്കേണ്ടത് വെച്ചാൽ ടോസ്റ്റ് ഒന്നും ചെയ്യണ്ട, അതിലങ്ങനെ ആക്കിയിട്ട് കഴിക്കാം കേട്ടോ. സംഭവം ഒരു തുള്ളി ഓയിലില്ലാത്ത ഒരു സാൻഡ്വിച്ച് ആണ് ഇത്. വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ശരിക്കും നമുക്ക് എന്താ പറയാ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫില്ലിങ് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊരു 6 സമൂസയും കൂടി ആക്കിയെടുത്തു കേട്ടോ. അതാവുമ്പോ ഓക്കെ കറക്റ്റ് ആവുമല്ലോ. അപ്പൊ ആ ഒരു ഫില്ലിങ്ങിൽ ഞാൻ അതും കൂടെ ആക്കി സമൂസയ്ക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളതും അറിയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ പക്കോടയാണ്. ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് എൻ്റെ ഒരു വെർഷനാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വലിയുള്ളി, ഒരു പകുതി ഉരുളക്കിഴങ്ങ്, കുറച്ച് കറിവേപ്പിലിട്ട് ചിക്കൻ ഇതുപോലെ കുഞ്ഞേതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചോ. നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇങ്ങനെ പാല് വന്നപ്പം അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സർബത്ത് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ 2 ദിവസത്തെ നോമ്പ് തുറ പരിപാടിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് 2 എണ്ണമായിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ അതും കൊണ്ടുവച്ചു. നെക്സ്റ്റ് പാല് തിളച്ച് വന്നപ്പോൾ ഒന്ന് അടച്ചു വെച്ചു. പിന്നെ കഞ്ഞി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതന്നെ നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ലേ. നമ്മുടെ ഇതിൽ റെസിപ്പികൾ ശ്രദ്ധിക്കണം കേട്ടോ. റെസിപ്പി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സലീം കുമാർ പറയണ പോലെ ഏകമുദ്ര, ദ്വിമുദ്ര, ത്രിമുദ്ര എന്നൊക്കെ പറയണ പോലെ അല്ലേ. പിന്നെ നമ്മൾ ഇതാ നമ്മുടെ തണ്ണിമത്തനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചധികം നമ്മുടെ മുന്തിരി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ അതിന്ന് മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം എടുക്കുന്നത്. പിന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സോങ് ഉണ്ടല്ലോ, ആ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് പലരും ആൽബം എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആൽബം അല്ല, അത് കഹാനിയുടെ പ്രൊമോഷൻ വീഡിയോ ആണ്. അത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ പകുതി കണ്ടിട്ട് നിങ്ങൾ വന്ന് കമന്റ് ഇടരുത്. ഓക്കെ, ഫുള്ളായിട്ട് കാണണം, കണ്ടാലേ മനസ്സിലാവുള്ളൂ അതെന്താണ്, എങ്ങോട്ടാണ് എത്തുന്നത് എന്നുള്ളത്. വേറൊരാളെ അഭിനയിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അതിന് അഭിനയം എന്നൊന്നും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ പറയാം, വേറൊരാളെ അതിൽ നിൽക്കാനില്ലാത്തത് കൊണ്ടും വേറൊരാളെ കൊണ്ടുവന്നാൽ എക്സ്ട്രാ നമുക്ക് ഇനിയും പേയ്മെന്റ് ചെയ്യണം എന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ നിന്നത്. പിന്നെ നമ്മുടെ കഹാനി ഷോപ്പും കൂടി ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മുടെ വ്ളോഗ് ഏകദേശം ഇത് അവിടേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. ഞാനിവിടെ ചിക്കൻ പക്കോട നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. കരിച്ച് പൊരിക്കരുത് കേട്ടോ, ഒരു ലെവലിൽ വേണം. ആ ചിക്കനും വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി. അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ സമൂസയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. സാൻഡ്വിച്ച് കംപ്ലീറ്റ് ഞാൻ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തോട്ട് മാറ്റി കല്ലിൽ തന്നെ വെച്ചേക്കുവാണ്. അതാകുമ്പോൾ ആ ചൂടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
വെച്ചിട്ട്. എനിക്ക് ആ വക ഐറ്റംസൊക്കെ ആ ക്രിസ്പി ചൂടോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ നോമ്പാവുമ്പോൾ നമുക്ക് എന്തായാലും ചൂടോടുകൂടി കഴിക്കാൻ പറ്റൂല. അതുമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ചൂടോടുകൂടി ഒന്നും കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചൂടുണ്ടെങ്കിലും ചൂടില്ലെങ്കിലും കഴിക്കും. രണ്ട് രീതിയിലും ഞാൻ കഴിക്കും. അങ്ങനെ നമ്മളിതാ വേഗം സമൂസ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ പോവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെരിച്ച് വെക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഓയിൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പുറത്ത് പോയിക്കോളും. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ വലിയ ഐസ് ക്യൂബ് വെക്കും. എന്നിട്ട് ഈ ജഗ് ഫുള്ള് വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് തണുക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇക്കയും ഇപ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവയ്ക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് കൊണ്ടുവച്ച് ഫ്രൈ ആക്കിയതും എല്ലാം ജസ്റ്റ് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ സമയമായപ്പോൾ നമ്മളെല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കണം. കുട്ടികൾ പിന്നെ അവിടെ പോയിട്ട് നോമ്പ് തുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റംസാൻ തുടങ്ങിയിട്ട് ഞാൻ ഫുൾ ഡേ വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷെ ഒരു ദിവസം എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വ്ളോഗ് ഇട്ടേക്കുന്നത്. അതായത് നമ്മുടെ 10-11 ഡേയിലത്തെ വ്ളോഗാണിത്. ഇനി 12 ഇൻഷാല്ലാ നാളെയല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അപ്പം നോക്കാല്ലേ, പറ്റുന്ന സമയത്തൊക്കെ എടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിനി സബ്ജക്റ്റ് ഒന്നും കിട്ടാത്ത പോലെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വ്ളോഗിന്റെ ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ നമ്മുടെ കുക്കർ കണ്ടിട്ട് ഇത് കുക്കറാണോ കടായി ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാഷ്യൂ പിന്നെ അത് നെയ്യൊക്കെ കഴിച്ചാൽ പലരുടെയും വിചാരം കൊളസ്ട്രോൾ വരും. ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിച്ചാൽ മേ ബി വരുമായിരിക്കും. പക്ഷെ നല്ല ഗുഡ് ഫാറ്റ് ആണ് അതൊക്കെ. ആ ഗുഡ് ഫാറ്റ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ കണ്ടിട്ടില്ലേ, വലിയ വലിയ ഫിലിം ആക്ടർ അല്ലാത്തവരെ രാവിലെ എണിച്ചതും വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ്യ് കഴിക്കും. നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. എനിക്ക് കഴിക്കാൻ വയ്ക്കാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. എൻ്റെ കയ്യിൽ പ്യുവർ നെയ്യ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കഴിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര ബെസ്റ്റാണ്. അത് കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ ഒന്നും വരൂല മുത്തേ. അങ്ങനെ തെറ്റായ കുറേ ധാരണകളുണ്ട്. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറങ്ങ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ ആ ഫസ്റ്റത്തെ സിപ്പ് വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ്